ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ചിക്കൻ ഫ്രൈ ബിരിയാണിയാണ്. അതിനുവേണ്ടി നമ്മൾ വെള്ളമെടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ബസ്മതി റൈസ് വെച്ചാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഒരു 5 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രാമ്പൂ, കറുവപ്പട്ട, ഇച്ചിരി കൊത്തമല്ലി, സ്റ്റാർ. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്ക, 5-6 ഏലക്കയോടെ ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വാരിയെടുത്ത റൈസ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ബസ്മതി റൈസ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് പോകും. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബിരിയാണിക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, കാഷ്യൂനട്ട്, മുന്തിരിങ്ങ ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഐറ്റംസ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചിടാം നമുക്ക്. ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബിരിയാണിക്ക് വേണ്ടിയുള്ള ഗ്രേവി തയ്യാറാക്കാം. ഞാൻ കുക്കറിലാണ് ഗ്രേവി തയ്യാറാക്കുന്നത്. കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 6 മീഡിയം ടൈപ്പുള്ള സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ചേർത്ത് കൊടുക്കാം. ഇളക്കി ചേർത്ത് കൊടുക്കാം. പുളി നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. അരിഞ്ഞു വെച്ച ഒരു 3 പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 2 സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് മീഡിയം ടൈപ്പ് 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഒരു 5 മിനിറ്റ് അടച്ചൊന്ന് ഉപയോഗിക്കാം, തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടി. തുറന്ന് നോക്കി ചെക്ക് ചെയ്യാം. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഗ്രേവി സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ബിസിൽ വരുന്നതിന് വരെ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ബിരിയാണി സെറ്റാക്കാൻ വേണ്ടി വലിയൊരു ചരുവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചൂടാകാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നു. അതിലേക്ക് നമ്മൾ 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ലെയറായിട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസിൻ്റെ കൂടെ നമ്മൾ പുതിനയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചിക്കനും ഗ്രേവിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കനും ഗ്രേവിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് നമുക്ക് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇത് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാടൻ രീതിയിലുള്ള ഒരു ബിരിയാണിയാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. ഇതിന് നമുക്കിനി അടച്ചു വെച്ചൊന്ന് ചൂടാകുന്നിടം വരെ ആവിയേറ്റാം. ഏകദേശം ഒരു 5 മിനിറ്റ് ചൂടാക്കിയാൽ മതി. ചിക്കൻ ബിരിയാണി നമുക്ക് തുറന്നു നോക്കി ചെക്ക് ചെയ്യാം. ചിക്കൻ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.